സിഐസിക്കും ഹക്കിം ഫൈസി അദ്രശേരിക്കുമെതിരെയുള്ള സമസ്തയുടെ വിമർശനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും വെല്ലുവിളിയാകുന്നു. സമസ്തയുടെ യുവജന വിഭാഗമായ SYSന്റെ പ്രസിഡന്റായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് സിഐസിയുടെ പ്രസിഡന്റ്. സമസ്ത ബന്ധം വിച്ഛേദിച്ച സിഐസിയുമായി സാദിഖ് അലി തങ്ങൾ ബന്ധം തുടർന്നാൽ അത് ആയുധമാക്കാനുള്ള ശ്രമമായിരിക്കും സമസ്തയിലെ ലീഗ് വിരുദ്ധർ കൈക്കൊള്ളുക. CIC സമസ്ത തർക്കം തുടർക്കഥയായപ്പോൾ അനവധി സമവായ നീക്കങ്ങൾ നടന്നെങ്കിലും ഒന്നും വിജയിച്ചില്ല. ഹക്കിം ഫൈസിയുടെ നേതൃത്വത്തിൽ പാഠ്യപദ്ധതികൾ CIC ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനെ സമസ്ത എതിർത്തിരുന്നു. CIC ഭരണഘടനാ ഭേദഗതി ചെയ്തതും ഹക്കിം ഫൈസി അദ്രശേരിയെ രണ്ടാമതും CIC ജനറൽ സെക്രട്ടറി ആക്കിയതും സമസ്ത അംഗീകരിച്ചില്ല. വഫിയ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് സമസ്ത കേരള ജമിയത്തുലമയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് നൽകണമെന്ന തീരുമാനം ഹക്കിം ഫൈസി അദ്രശേരി ധിക്കരിച്ചതും സമസ്തയെ ചൊടിപ്പിച്ചു. ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി സമസ്ത മുന്നോട്ട് വെച്ച 9 പരിഹാര നിർദ്ദേശങ്ങളും CIC നിരാകരിച്ചതോടെയാണ് ബന്ധം വിച്ഛേദിക്കാൻ സമസ്ത തീരുമാനിച്ചത്. അതിനിടയിൽ സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന അബ്ദുൽ ഹക്കീം ഫൈസി അദ്രശേരിയുടെ പ്രസ്താവനയും വിവാദമായി. തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായാണ് സമസ്ത ഹക്കീം ഫൈസി അദ്രശേരിയെ താരതമ്യം ചെയ്തത്. CICയെയും അബ്ദുൽ ഹക്കീം ഫൈസി അദ്രശേരിയെയും സമസ്ത കൈവിടുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. സാദിഖ് അലി തങ്ങൾ ഒരേ സമയം സമസ്തയുടെ കീഴിലുള്ള സുന്നി യുവജന സംഘത്തിന്റെയും CICയുടെയും പ്രസിഡന്റാണ് എന്നതാണ് അതിന്റെ കാരണം. നേരത്തെ തന്നെ സമസ്തയിൽ ഉടലെടുത്തുന്ന ലീഗ് വിരുദ്ധ ലീഗ് അനുകൂല ചർച്ചകൾക്ക് കരുത്തേകുന്നതാകും സാദിഖ് അലി തങ്ങളുടെ ഈ 2 ഭാരവാഹിത്വവും. സമസ്ത ബന്ധം വിച്ഛേദിച്ച CICയുമായി സാദിഖ് അലി തങ്ങൾ ബന്ധം തുടർന്നാൽ അത് ആയുധമാക്കാനുള്ള ശ്രമമായിരിക്കും സമസ്തയിലെ ലീഗ് വിരുദ്ധർ നടത്തുക. സാദിഖ് അലി തങ്ങളുടെ ഖാസി സ്ഥാനം ചോദ്യം ചെയ്ത മുക്കം ഉമർ ഫൈസിയൊക്കെ അത് ഉപയോഗിക്കുമെന്നുറപ്പ്. അടുത്ത മാസം എറണാകുളത്ത് നടക്കുന്ന വഫിയ ബിരുദദാന സമ്മേളനത്തിൽ സാദിഖ് അലി തങ്ങൾ പങ്കെടുക്കുമോ എന്ന ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്.